എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ട് നല്ല കടല ഉപയോഗിച്ചിട്ട് നമ്മൾ എന്നും കഴിക്കുന്ന രുചിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തനി നാടൻ ടേസ്റ്റ് കിട്ടുന്ന 2 രുചിക്കൂട്ടുകളാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കടല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. കടല കൊണ്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ കറിയാണെങ്കിലും അതുപോലെ പെരട്ടിയും അങ്ങനെ പല രീതിയിലുള്ള രുചികരമായിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നവരാണ്. ഇതുപോലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് നമ്മൾ ചെറിയൊരു ബൗൾ നിറച്ച് കടല തലേനെ നല്ലപോലെ കഴുകിയിട്ട് കുതിർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് നമ്മളിതിനെ കുക്കറിലോട്ട് മാറ്റണം. കുക്കറിൽ വേവിക്കുന്നതാണ് കുറച്ച് എളുപ്പകരമായിട്ടുള്ളൊരു മാർഗം. കാരണം കടല വേവാനും വേണ്ടി അത്യാവശ്യം കുറേ സമയം എടുക്കും. ഏകദേശം ഒരു 6-7 വിസിൽ വരെ നല്ലപോലെ ഇത് വേവിക്കുക. ചെറിയ തീയിലിട്ട് ഒരു 3 വിസിൽ വരെ ഫുള്ളിലിട്ടിട്ട് പിന്നെ ബാക്കി സിമ്മിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിലോട്ട് ഇടാൻ പോകുന്ന സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്നുള്ളി, കുഞ്ഞുള്ളി, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്, വെളുത്തുള്ളിയുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക്, ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വയറ്റിയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യുന്ന കറിയാണ്. രണ്ടാമത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിക്കൂട്ടും കൂടാണ്. അന്നേരം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് വേണ്ട വെള്ളം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിക്കുക. നിരമ്പന മാത്രം വെള്ളം ഒഴിക്കുക. അന്നേരം തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ ഇത് വഴറ്റിയിട്ട് എടുക്കാം. നമ്മൾ വഴറ്റാണ്ട് വളരെ പെട്ടെന്നാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കണം, ഇത്ര മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. കടല നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അന്നേരം ഈ കടലയെ നമ്മൾ 3ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. കുറച്ച് നമ്മൾ ആ ഒരു വെള്ളവും അതുപോലെ തേങ്ങാക്കൊത്തും ഉള്ളിയും എല്ലാം കൂടെ ചേർന്നിട്ട് കുക്കറിനകത്ത് കുറച്ച് ഭാഗം മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി ഭാഗത്തോളം. അതിൽ നിന്ന് ഒരു തവി മാത്രം കടല ഞാനൊരു കുഞ്ഞു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ചുകൂടെ വലിയ ബൗൾ നിറച്ചുള്ള കടല അതും സെപ്പറേറ്റ് നമ്മൾ മാറ്റി വെക്കുകയാണ് വേറൊരു രുചിക്കൂട്ടിന് വേണ്ടി. അന്നേരം 1 സ്പൂണ് അളവ് മാത്രം എടുത്തിരിക്കുന്ന കടലയ്ക്കകത്തോട്ട് നമ്മൾ അരമുറി തക്കാളി, പുളി നല്ലപോലെ ആവശ്യമുള്ളവരാണെങ്കിൽ തക്കാളിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അതിലേക്ക് എൻ്റെ ഒരു കൈക്ക് ഒരു പിടി തേങ്ങ, ഒരു 3 ചിരവ തേങ്ങ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. ഒരു പിടിയും കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ലപോലെ ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മളൊരു ചീനിച്ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിലേക്ക് നമ്മൾ ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് ഈ ഒരു പരുവം വരെ ഒന്ന് നമ്മൾ കടുക് വറുത്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കടല വേവിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് മാത്രം ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കരിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ മാത്രം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ചീനിച്ചട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ലേശം ആ കടലയുടെ ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും പാകത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എന്ന് പറയുമ്പോൾ 1 സ്പൂണ്, മല്ലിപ്പൊടി 1.5 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം മാത്രം എരിയുള്ള നല്ല കളറും അതുപോലെ തന്നെ അധികം എരിയില്ലാത്തതായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഉലുവാപ്പൊടിയും ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ആ ഒരു പൊടികളുടെ പച്ച രുചി ഒന്ന് മാറി കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പൊടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചൂടടപ്പിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം ചെയ്യുക. എന്നിട്ട് ആ ഒരു പൊടികളുടെ പച്ച മണം മാറിക്കഴിയുമ്പം കുക്കറിൽ ബാക്കിയുള്ള കടലയും അതിൻ്റെ ചാറും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അന്നേരം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കടലക്കറി ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അന്നേരം ഇതിൻ്റെ ഒരു ഗ്രേവിക്ക് അത്ര കണ്ട് തിക്നെസ് ഇല്ല. അന്നേരം നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്നത്തെ കടലക്കറി ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. തക്കാളിയും അതുപോലെ തന്നെ ലേശം കടലയും അതുപോലെ തന്നെ തേങ്ങയും നല്ലപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഒരുപാടിട്ട് തിളപ്പിച്ച് കുറുക്കരുത്, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഒന്നൊന്ന് തിളച്ച് വന്നാൽ മതി. അന്നേരം നമ്മൾ കടല വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു കറി കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാല
മസാലയുടെ പൊടിയാണ്. പൊടിയും കൂടെ ചേർത്ത് അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ രണ്ടാമത്തെ റെസിപ്പി ചെയ്യാനും വേണ്ടി മൺചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഒന്നൊന്ന് ചൂടായി വരട്ടെ. ചേരുവകൾ പരിചയപ്പെടുത്താം. തേങ്ങാക്കൊത്ത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. കടല വെച്ചിട്ട് എന്ത് ചെയ്താലും തേങ്ങാക്കൊത്തൊന്ന് വഴണ്ട് വരാനും വേണ്ടി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തിൻ്റെ അളവൊന്നും കൃത്യമായിട്ട് കണക്ക് പറയുന്നില്ല. കടലക്കകത്ത് തേങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ, കടലക്കകത്തെന്നല്ല വേറെ എന്ത് കറിക്കകത്ത് തേങ്ങാക്കൊത്ത് ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയാണ്. തേങ്ങാക്കൊത്തൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക്, അതുപോലെ തന്നെ ലേശം കറിവേപ്പില കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചതച്ചും കൂടി ഇടുമ്പം ഈ വെളിച്ചെണ്ണയിലാണ് ഇത് പാചകം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര മണവും ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മൾ കടലക്കറിക്ക് എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ചുമന്നുള്ളിയും കുഞ്ഞുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച രുചി ഒന്ന് മാറുന്ന വരെ നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. പുതുമയുള്ളൊരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അന്നേരം ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മസാലയ്ക്ക് വേണ്ട മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം കടല നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി ഒരു തക്കാളിയുടെ പകുതി നമ്മൾ കറിക്ക് ചേർത്തിരിക്കുന്നു. ബാക്കിയുള്ള പകുതിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത്ര കണ്ട് പുളി ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ തക്കാളിയുടെ അളവ് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇതിപ്പോൾ ഒരുപാട് പുളിയുള്ളൊരു റെസിപ്പിയല്ല. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ 1 സ്പൂൺ അളവിൽ മാത്രമേ ഉള്ളൂ. അധികം എരിയില്ലാത്ത നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ. പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, അതും 1.5 സ്പൂൺ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. കടലയിലൊക്കെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി കൂടുതലും മുളക് പൊടി കുറച്ചാണ് ചേർക്കുന്നത്. കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർക്കുന്നത്. ഒരുപാട് എരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ലേശം ഉലുവാപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം ചെറിയ തീയിൽ കിടന്ന് ഈ ഒരു പൊടികളിലൊക്കെ നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ച രുചി ഒന്ന് മാറിക്കിട്ടണം. പിന്നെ നിങ്ങളുടെ ഒരു ടേസ്റ്റിന് അനുസരിച്ച് ഇപ്പോൾ എനിക്കൊരു ഇഷ്ടമാണ് കുരുമുളക് പൊടി ചേർക്കുക, അല്ലെങ്കിൽ നല്ല മുളക് പൊടി. അന്നേരം അതും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ കൂട്ടി ഇളക്കുക. പൊടികൾ ഈ എരിവുള്ള കാര്യങ്ങൾ ചേർക്കുമ്പോൾ മുളക് പൊടിയാണെങ്കിലും കുരുമുളകാണ്, പച്ചമുളക്, ഇവയെല്ലാം അളവ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മാത്രം ചേർക്കുക. കാരണം എല്ലാം കൂടെ ഒരുപാടായി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. പാകത്തിനാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. എല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ട് പൊടികളുടെ എല്ലാം പച്ച രുചി ഒന്ന് മാറി കിട്ടി കഴിയുമ്പോൾ മാത്രം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടല വേവിച്ചതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം വെള്ളമില്ലാണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്ന് നല്ല പെരട്ടി എടുക്കുക എന്ന് പറയുമ്പം സാധാരണ നമ്മൾ കടല പെരട്ടിയെടുക്കുന്നതിനേക്കാട്ടിൽ ഒരു തോരൻ രീതിയിലോട്ട് വരും. പക്ഷേ ഇത് കടല വെച്ചാണെന്നൊന്നും പറയില്ല. നമ്മുടെ കക്കയിറച്ചിയൊക്കെ തിന്നുന്നതിൻ്റെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കിടിലൻ തോരനാണ് കേട്ടോ. തോരൻ എന്ന് പറയാം, പെരട്ടിയെടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. കടല കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം 1-2 സ്പൂൺ അളവിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൂട്ടി എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലൊന്ന് ഒതുക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഈ ഒരു കടലയിലെയും മസാലയെല്ലാം കൂടെ ഒന്ന് എത്താനും വേണ്ടി ഒന്ന് ആവി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയത്തിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് ആ ഒരു ഒഴിച്ച് വെള്ളമെല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റിപ്പോയിട്ടുണ്ട്. ഒരു പെരണ്ട രീതിയിലോട്ട് വന്നിട്ടുണ്ട്. അന്നേരം കടലയിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിതിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിലാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തേങ്ങ ചിരകിയത് ചേർക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പെരട്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടി നമ്മൾ തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചതച്ചിട്ടോ അങ്ങനൊന്നുമില്ല. തിരുമിയ പാടെ നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഗരം മസാല മെയിനായിട്ടുള്ള ചേരുവയാണ് കേട്ടോ ഈ കടലക്കറിക്ക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അതിൽ ഒട്ടും തന്നെ ജലാംശം ഇല്ലാണ്ട് പെരണ്ട് വരണം. ആ രീതിയിൽ മൺചട്ടിയിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നൊന്ന് മൂടി വെക്കുക.
2 സെക്കൻഡിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ അറിയാം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ മൂടി വെച്ചത്. അതിൽ ആ ഒരു ജലാംശമെല്ലാം വറ്റി നല്ല പെരണ്ട രീതിയിൽ കിട്ടുന്നുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലും അല്ലെങ്കിൽ ദോശയുടെ കൂട്ടത്തിലും എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കറിയും തോരനും. ഭയങ്കര ടേസ്റ്റോടുകൂടി എല്ലാവരും കഴിക്കുന്നതാണ്. കടലക്കറി അല്ലെങ്കിൽ കടലക്കറി നമ്മൾ സാധാരണ എന്നും വെക്കുന്ന രീതിയിൽ കൂട്ടി മടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഒരു ചേരുവ ഉപയോഗിച്ചിട്ട് 2 റെസിപ്പികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഇതിൻ്റെ ഗ്രേവിക്ക് പോലും എന്നാ ടേസ്റ്റ് ആണെന്നറിയാമോ? അന്നേരം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.